സർ നമസ്കാരം. ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരപ്പന്തലിൽ എത്തുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ എത്തിയതിനെ CITUവിൻ്റെ നേതാവ് ഗോപിനാഥ് വളരെ മോശം ഭാഷയിലാണ് അദ്ദേഹത്തിനെതിരെ സംസാരിച്ചത്. അദ്ദേഹം കുടയുമായി അവിടെ ചെന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അവർക്ക് ഉമ്മയും കൊടുത്തോ എന്ന് അറിയില്ല. മറ്റു ചിലർക്കൊക്കെ ഉമ്മ കൊടുത്തിട്ട് ചില ആളുകളൊക്കെ കേസ് കൊടുത്തു എന്ന രീതിയിലൊക്കെയുള്ള ചില മോശം പരാമർശങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ CITUവിൻ്റെ നേതാവ് നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അവിടെ പോവുകയും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവർക്ക് വേണ്ടി ഇന്ന് ഡൽഹിയിൽ പോയി അവസാനം JP നദ്ദയുമായിട്ടടക്കം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ CITUവിന് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് എത്രത്തോളം മോശമാണ്? പാർത്ഥൻ നമസ്കാരം. സുരേഷ് ഗോപി ഇവിടെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് CITUവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരം എന്തിനാണ്? വളരെ കൃത്യമായിട്ട് അവരുടെ വേജസ് കിട്ടുക എന്നുള്ളതാണ് ഒരു ഡിമാൻഡ്. രണ്ട്, ആ വേജസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മാസം 7,000 രൂപയാണ് അവർക്ക് പരമാവധി കിട്ടുക. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് കൂടി ചേർത്തിട്ടാണെങ്കിൽ ഒരു മാസം 9,000 രൂപ. അപ്പോൾ ഒരു ദിവസ കണക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 300 രൂപ. നമ്മുടെ നാട്ടിൽ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരാളിന് പോലും അതിൻ്റെ ഒരു 3 ഇരട്ടിക്ക് മുകളിലേക്ക് പണം കിട്ടാനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ളപ്പോഴാണ് നമ്മുടെ സംവിധാനത്തിനെ വളരെ കൃത്യമായി ഓടിക്കുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഈ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കേവലം 300 രൂപ മാത്രം ഒരു ദിവസം കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ജോലി വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഞങ്ങളുടെ മിനിമം വേതനം എന്ന് പറയുന്നത് 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കണം. പിന്നെ റിട്ടയർമെൻറ്റ് വരുന്ന സമയത്ത് ആ ജോലി ഇനി ചെയ്യാൻ പറ്റില്ല എന്ന രീതിയിലത്തേക്ക് വരുമ്പോൾ ഒരു 65 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഒരു 5 ലക്ഷം രൂപ ഒരു പിരിഞ്ഞു പോകുന്ന സമയത്തുള്ള ഒരു ബെനിഫിറ്റ് എന്ന രീതിയിലത്തേക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഏതാണ്ട് 26,000-ലധികം ആൾക്കാരാണ് ആശാ വർക്കർമാരായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ആവശ്യം എന്ന് പറയുന്നത് അന്യായമായിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ മാന്യമായിട്ടുള്ള വേതനം ചെയ്യുന്ന ജോലിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഉറപ്പുവരുത്തേണ്ടുന്ന സംഘടനകൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ സംഘടനകളാണ്, നമ്മുടെ ഒരു ട്രഡീഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇവർക്ക് വേണ്ടി ഈ സമരം നയിക്കേണ്ടുന്ന, ഇവർക്ക് വേണ്ടി ഈ ശമ്പളം കൂട്ടി ചോദിക്കേണ്ടുന്ന, 3 മാസമായിട്ട് തടഞ്ഞു വെച്ചിരിക്കുന്ന പണം കൃത്യമായിട്ട് കിട്ടണം എന്ന് സർക്കാരിനോട് പറയേണ്ടുന്ന സംഘടനയാണ് CITU. പക്ഷെ ആ CITU ഇതിൽ അവരോടൊപ്പം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, അവരെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ശ്രമങ്ങളെ വില കുറച്ച് കാണുന്നതിനുമൊക്കെ ശ്രമിക്കുകയും അതിനപ്പുറത്തേക്ക് അവിടെ പങ്കെടുക്കുന്ന ഈ സ്ത്രീകളെ ഏറ്റവും നിന്ദ്യമായ ഭാഷയിൽ അവരുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ കൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുകയാണ്. ശ്രീ ഗോപിനാഥ്, KN ഗോപിനാഥാണത് പറഞ്ഞത്. ഞാൻ ഒരുപക്ഷെ മലയാളം ചർച്ചകളിലൊക്കെ സജീവമാകുന്ന സമയത്ത് CPMൻ്റെ ഒക്കെ നിരോധനം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തോടൊപ്പം നിരവധി ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ളയാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ മാന്യതയോടുകൂടി സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ മോശമായിട്ടൊന്നും സംസാരിക്കുന്ന രീതിയിലത്തേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. തന്നെയല്ല, കുറച്ച് വെൽ സ്റ്റഡീഡായിട്ട് സംസാരിക്കുന്ന അപൂർവം CPMൻ്റെ ആൾക്കാരിൽ ഒരാളായിട്ടാണ് എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളിലും ആശയ ഭിന്നതയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാം വേറെ കാര്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ഒരാൾ പോലും ഈ രീതിയിലത്തേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുക, സ്ത്രീകളായിട്ടുള്ള ആൾക്കാരാണ്, അവരെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്ക് ഇത് പറയുക എന്ന് പറയുമ്പോൾ സുരേഷ് ഗോപിയെ എതിർക്കുന്നതിന് വേണ്ടി, രാഷ്ട്രീയമായി എതിർക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏത് സമരത്തിന് ആർക്കാണോ പിന്തുണ പ്രഖ്യാപിച്ചത് അവരെ കൂടി ചീത്തയായി ചിത്രീകരിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ശ്രമമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, CPMൻ്റെ പല നേതാക്കന്മാർ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇതിനെ പറയുന്നു. വളരെ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ക്യാമ്പയിനാണിത് സർക്കാരിനെതിരെ എന്ന് പറയുന്നു. പാട്ട കൊട്ടി നടക്കുന്ന ആൾക്കാരാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവരെ ആക്ഷേപിക്കുന്നു. ഇങ്ങനെ കുറേയധികം ആക്ഷേപങ്ങൾ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ തന്നെ ഇവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയെ വില കുറച്ച് കാണാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതിനോടൊപ്പമാണ് ഇവരുടെ അഭിമാനത്തിനെ, അന്തസ്സിനെ ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഈ പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. അതിൽ തന്നെ 2 പേരെയും, സുരേഷ് ഗോപിയും ആക്ഷേപിക്കുന്നുണ്ട്, 26,000-ൽ പരം വരുന്ന ആശാ വർക്കർമാരെയും ആക്ഷേപിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയോട് കാര്യത്തിൽ പറയുന്നതാണ്, കുട മാത്രമല്ലാതെ ഉമ്മയും കൊടുത്തോ എന്നറിയില്ല. അപ്പോൾ ആ ഉമ്മ കൊടുത്തോ എന്ന് പറയുന്നതിനകത്തിൽ തന്നെയാണ് മുമ്പ് എവിടെയോ കൊടുത്തപ്പോൾ പരാതി ഉണ്ടായതിനു ശേഷം പിന്നെ കൊടുക്കുന്നില്ല എന്ന് കേട്ടു എന്നൊക്കെ. എന്ത് കാര്യത്തിനെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും പബ്ലിക് ഡൊമൈനിലുള്ള ഒരു ഇൻഫർമേഷൻ അല്ല അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ നിന്ദ്യമായിട്ട് ഒരു വ്യക്തിയെ രാഷ്ട്രീയമായി എതിർക്കുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്തുള്ള ഒരാളിനെ എതിർക്കുന്നതിന് ഈ രീതിയിലത്തേക്കൊക്കെയാണ് ഇവർ പോകുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, കേന്ദ്ര സർക്കാരിനെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കുറ്റം പറയുന്നത്.
സമരം നടത്തേണ്ടത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കലല്ല, മറിച്ച് ഡൽഹിയിലാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയാൽ നിങ്ങളോടൊപ്പം ഞാനും വരാം എന്ന് പറയുന്ന CPM-ന്റെ നേതാക്കന്മാരുണ്ട്, ഭരണസാരഥ്യം വഹിക്കുന്ന മന്ത്രിമാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ ഇൻസെൻറ്റീവ് കൊടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയർത്താം. അപ്പോൾ ശ്രീ KN ഗോപിനാഥ് അടക്കമുള്ള ആൾക്കാർ ഒരു സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിമർശനമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സുരേഷ് ഗോപി അവിടെ വരുന്ന സമയത്ത് ഈ പണം എന്തുകൊണ്ടാണ് കേന്ദ്രം തരാത്തത് എന്ന് സുരേഷ് ഗോപിയോട് നിങ്ങൾ ചോദിക്കൂ എന്ന് വേണം പറയാൻ. നിങ്ങളുടെ സൗജന്യമൊന്നും വേണ്ട, നിങ്ങളുടെ പിന്തുണയല്ല വേണ്ടത്. നിങ്ങളുടെ പിന്തുണ വാക്കാലല്ല, മറിച്ച് നിങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് ഈ ഇൻസെൻറ്റീവ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്തിന്, അതെന്ന് റിലീസ് ചെയ്യും എന്ന് പറയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിമർശനമാണ്. പക്ഷേ ആ രാഷ്ട്രീയ വിമർശനത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം മറ്റുള്ള ചില പ്രസ്താവനകളിലേക്ക് പോകുന്നു എന്നിടത്താണ് അപകടം. എന്ന് വെച്ചാൽ ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ചിന്തയൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലില്ല. മറിച്ച് ആ പ്രശ്നത്തിന് പരിഹാര നിർദ്ദേശവുമായി വരുന്ന, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെന്താണെന്ന് പരിശോധിക്കാം എന്നുള്ള ഒരു വാഗ്ദാനവുമായി വരുന്ന ഒരു വ്യക്തിയെ അവിടെ അത് സഹകരിച്ചിട്ട് ആ പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാരെ അതിന് അനുവദിക്കുക എന്നതിനപ്പുറത്തേക്ക് നിന്ദ്യമായിട്ട് ഈ സ്ത്രീകളെ അടക്കം ആക്ഷേപിക്കുക എന്നുള്ള ഒരു കാര്യത്തിനാണ് ഇവർ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇതൊരു KN ഗോപിനാഥിൻ്റെ മാത്രം വിഷയമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇത് പൊതുവെ ഒരു CPM മൈൻഡ് സെറ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിവരുടെ എല്ലാവിധ പ്രചരണ മാർഗ്ഗങ്ങളിലും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രസംഗം എന്ന് പറയുന്നത് ഒരു ആശയ പ്രചരണ മാർഗ്ഗമാണല്ലോ. അതേപോലെ തന്നെ പാർട്ടിയുടെ ആശയ പ്രചരണത്തിൻ്റെ ഭാഗമായി പലപ്പോഴും പാർട്ടി പ്രതിസന്ധി നേരിടുന്ന സമയത്ത്, വിമർശനങ്ങൾ നേരിടുന്ന സമയത്ത് സമാനമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട്. ആന്തൂരിലെ സാജൻ എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഒരു സംരംഭകനായിരുന്നു. അദ്ദേഹം ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട് വന്നു. ആ നാട്ടിൽ CPM-കാർ അതിനെ അനുവദിക്കുന്നില്ല എന്നതിൻ്റെ മനോവിഷമത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നതിന് ശേഷം ഇതിൽ ഞങ്ങൾക്കാർക്കും തന്നെ പങ്കില്ല, അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുണ്ടായിരുന്ന ചില ആൾക്കാരുടെ അബദ്ധസഞ്ചാരം എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ അതിനെ വ്യാഖ്യാനിച്ച് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്കാൻ നിർത്തിയിരിക്കുന്ന ദേശാഭിമാനി അടക്കമുള്ള പത്രങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേവലം പറയുന്ന ഒരു ടങ് സ്ലിപ്പല്ല. ഒരു പ്രസംഗത്തിൽ ഒരാൾ പറയുന്നതിനെ നാളെ ഒരു ടങ് സ്ലിപ്പായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചേക്കാം. പക്ഷേ എങ്കിൽ നിങ്ങളുടെ പത്രത്തിൽ നിങ്ങൾ അച്ചടിച്ച് വിട്ടിരിക്കുന്ന കാര്യങ്ങളോ അത് ടങ് സ്ലിപ്പ് അല്ലല്ലോ. നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള മാറ്റർ എഴുതി തയ്യാറാക്കി അത് റിവ്യൂ ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്ത് എഡിറ്റർ അത് പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് തീരുമാനിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ പേജിൽ നമുക്ക് ഇത്ര 8 കോളം വാർത്തയെങ്കിൽ അങ്ങനെ വെണ്ടയ്ക്ക് നിർത്താം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിനെ നമുക്ക് ടങ് സ്ലിപ്പ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഇതിനെ അബദ്ധമെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഇതിനൊക്കെ തന്നെ ഒരു മേക്കർ ചക്കർ സംവിധാനം പോലെ ഒരാൾ ചെയ്ത് മറ്റൊരാൾ വെരിഫൈ ചെയ്തിട്ട് അപ്രൂവ് ചെയ്യുന്ന സംവിധാനമാണ്. അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ പോലും നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകളുടെ മാനത്തിന് വില പറയുന്ന രീതിയിലത്തേക്കുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അതിൻ്റെ ഒരു മൈൻഡ് സെറ്റാണ്. ഇത് ആ ബ്ലഡിലുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ വേണം. ഒരു കാരണവശാലും ഇതൊരു ടങ് സ്ലിപ്പാണെന്ന് ഒരു പ്രസ്താവന വന്നാൽ പോലും നമ്മളതിനെ അംഗീകരിക്കാൻ പാടില്ല. ഈ രീതിയിലത്തേക്കുള്ള വിഷം വമിപ്പിക്കുന്ന പ്രസ്താവനകൾ ഒരു നേതാവിൻ്റെയും, ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ കഴിയില്ല. ഞാനിവിടെ പറഞ്ഞ ആ പ്രശ്നം ഈ CITU പോലെയുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളാണ് ഇവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാൻ അവരോടൊപ്പം നിൽക്കേണ്ടത് എന്നിരിക്കെ അതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശ്രമിക്കാനായിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അവരെ ആക്ഷേപിക്കുകയും ഈ സമരവുമായി നിൽക്കുന്ന സഹോദരിമാരെ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. സുരേഷ് ഗോപി ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് വരുന്നു, അല്ലെങ്കിൽ സുരേഷ് ഗോപി ഉമ്മ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി തന്നെ കയ്യിൽ ഉമ്മ കൊടുക്കുന്നു എന്ന രീതിയിലത്തേക്കല്ലല്ലോ അത് പറയുന്നത്, ആണോ? അപ്പോൾ അത് ആ ഉമ്മ റിസീവ് ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാർ തയ്യാറായിരിപ്പുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അപധ്വനി, അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ ന്യായമായ സമരം ചെയ്യുന്ന സ്ത്രീകളെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളിനെയും ഒരു തരത്തിലുള്ള ന്യായീകരണം കൊണ്ടും പൊതിയാനായിട്ട് ഇവിടെ ആർക്കും സാധ്യമല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം CPM-ലേക്ക് എത്തണം, ദേശാഭിമാനിയിലേക്ക് എത്തണം, KN ഗോപിനാഥിലേക്ക് എത്തണം, CITU-ലേക്ക് എത്തണം. പരസ്യമായിട്ട് ഈ വിഷയത്തിൽ മാപ്പ് പറയുകയും അദ്ദേഹത്തിന് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമുണ്ടെങ്കിൽ അതിൽ നിന്ന് നീക്കുകയും ഒക്കെയാണ് ഇവർ ചെയ്യേണ്ടത്. അതല്ലാതെ അതൊരു പ്രശ്നമായെങ്കിൽ മാത്രമേ ഞങ്ങളത് ചെയ്യൂ എന്ന രീതിയിലത്തേക്കുള്ള സമീപനമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. ആശാ വർക്കർമാരുടെ സമരം ന്യായമാണെന്നും അത് ചെയ്യേണ്ടത് ഡൽഹിയിലാണ് എന്നുമുള്ള പ്രസ്താവനയിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയെങ്കിലും ഉണ്ട് എങ്കിൽ അവരുടെ സമരത്തിനെ ഇകഴ്ത്തുന്ന, ന്യായമായിട്ടുള്ള സമരമായതുകൊണ്ടാണല്ലോ ഡൽഹിയിൽ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ആ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു മനുഷ്യനെ ഒരു കാരണവശാലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വെച്ച് പുറപ്പിക്കാൻ കഴിയില്ല എന്നും പരസ്യമായി മാപ്പ് പറയുന്നു എന്നും പറയാൻ ഈ പ്രസ്ഥാനം തയ്യാറായിട്ടില്ല എങ്കിൽ അവരുടെ ഇരട്ടത്താപ്പ് കൂടുതൽ വെളിവാകുന്നു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ.
തീർച്ചയായിട്ടും എന്തായാലും സുരേഷ് ഗോപിയെ മാത്രമല്ല അവിടെ സമരം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുടെ കൂടെയാണ്, അവരുടെ ആത്മാഭിമാനത്തെ കൂടെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുള്ളത്, അപമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആ കാര്യത്തിൽ പാർട്ടി CPM തന്നെ ഗൗരവകരമായിട്ടൊരു ചർച്ച നടത്തി തീരുമാനമെടുക്കട്ടെ. മാത്രവുമല്ല കേരളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലാണ് എന്നാണ്. അതല്ല, ആന്ധ്രാപ്രദേശിൽ 10,000-ഓളം ഓണറേറിയം ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി ഈ വിരമിക്കുമ്പോൾ ഉള്ളത് ഏകദേശം 3 ലക്ഷത്തോളം രൂപ ബംഗാളിലും ആന്ധ്രാപ്രദേശിലുമൊക്കെ ഉണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ആശാ വർക്കർമാരുടെ സമരത്തെ CPM പോലുള്ളൊരു തൊഴിലാളി വർഗ പാർട്ടി കാണാതെ നടിക്കുമ്പോൾ നമുക്ക് അങ്ങ് പറഞ്ഞത് തന്നെയാണ്. എന്തായാലും ഇതൊക്കെ ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ. ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ അങ്ങേക്ക് ഒരുപാട് നന്ദി പാർത്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.